ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് കടച്ചക്ക വെച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. ചോറിനൊക്കെ കൂട്ടാനും അപ്പത്തിനും ഒക്കെ പറ്റും ഈ കറി. ഇതെങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. നിങ്ങളെൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും കമൻറ്റൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇതിനായിട്ട് ഞാനൊരു കടച്ചക്കയുടെ പകുതി മുറിച്ചെടുക്കുന്നുണ്ട്. ഇതിന് പകുതി മതി. കറിയൊക്കെ വയ്ക്കാൻ കൂടുതൽ കഷ്ണങ്ങളൊന്നും വേണ്ട. നമുക്ക് നല്ലപോലെ ഒന്ന് മുറിച്ചെടുത്തിട്ട് ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ഒന്ന് നുറുക്കിയെടുക്കണം. നല്ല മൂത്ത കടച്ചക്കയാണ്. കറിക്ക് നല്ല ടേസ്റ്റ് കിട്ടുന്നു കേട്ടോ. മൂപ്പ് കുറഞ്ഞതാണെങ്കിൽ തോരൻ വയ്ക്കാനാണ് നല്ലത്. നല്ല മൂത്ത കടച്ചക്കയാണ്. നമ്മുടെ പറമ്പിൽ നിന്ന് പറിച്ചെടുത്തതാണ്. തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നുറുക്കിയെടുക്കണം. ഇത് അരിഞ്ഞിടുന്നത് കുറച്ച് വെള്ളത്തിലേക്കാണ്. വെള്ളത്തിലേക്ക് അരിഞ്ഞിട്ടാൽ ഇതിൽ കറ ഒന്നും ഉണ്ടാവില്ല, അതിൻ്റെ കളറൊന്നും മാറില്ല കേട്ടോ. ഇതെല്ലാം ഞാനും അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇത് കഴുകി ഒരു ചട്ടിയിലേക്ക് മാറ്റി കൊടുക്കാം. ഇത് കഴുകിയെടുത്തതാണിത്. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു തക്കാളി എടുത്തിട്ടുണ്ട്. ഇതിൽ പുളി വേറെ ചേർക്കുന്നില്ല, അതുകൊണ്ടാണ് തക്കാളി ചേർത്തത്. 2 പച്ചമുളക്. വെള്ളം വേവാൻ ആവശ്യത്തിനുള്ള ഇതിൻ്റെ ഒരു പകുതിക്ക് വെള്ളം വെച്ചാൽ ഇത് പെട്ടെന്ന് വെന്ത് കിട്ടുന്ന കടച്ചക്ക ആയതുകൊണ്ടാണ് ഞാൻ കുറഞ്ഞ വെള്ളം വെച്ചത് കേട്ടോ. ഇത് മൂടി വേവിച്ചെടുക്കണം. വെന്ത് വരട്ടെ. ഇനി അതിലേക്ക് ഒരു അരപ്പ് തയ്യാറാക്കാം. അതിനായിട്ട് ചെറിയ മുറി തേങ്ങ എടുത്തിട്ടുണ്ട്. ഒരു 5 വെളുത്തുള്ളി, ഒരു 5-6 ചെറിയ ഉള്ളി, കുറച്ച് കറിവേപ്പില, ഒരു 1/2 ടീസ്പൂൺ വലിയ ജീരകം. വലിയ ജീരകമാണ് കടച്ചക്ക കറിക്കൊക്കെ നല്ല. ഇതെല്ലാം ഒന്ന് വറുത്തെടുക്കണം. ഇനി ഒരു പാൻ അടുപ്പിൽ വെച്ച് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. എണ്ണയിൽ തേങ്ങയൊക്കെ വറുത്തെടുത്താൽ പെട്ടെന്ന് തന്നെ മൂത്ത് കിട്ടും. അതിലേക്ക് ആ വെളുത്തുള്ളിയും ചെറിയ ഉള്ളി ആദ്യം ഇട്ടിട്ട് ഒന്ന് വാട്ടിയെടുക്കണം. ഒന്ന് വാടി വരുമ്പോൾ അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള തേങ്ങ ചേർത്ത് കൊടുക്കാം. ചെറിയ ജീരകം ഇഷ്ടമുള്ളവർക്ക് ചെറിയ ജീരകം ചേർക്കാം കേട്ടോ. പക്ഷേ ഇറച്ചിക്കറിയുടെ ടേസ്റ്റിലൊക്കെ നമ്മൾ തയ്യാറാക്കുമ്പോൾ എപ്പോഴും വലിയ ജീരകം ചേർക്കുന്നതാണ് നല്ലത്. ഇതൊരു ഹാഫായി മൂത്ത് വരുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് മസാല ചേർത്ത് കൊടുക്കണം. 1 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല, ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. മഞ്ഞൾപ്പൊടി നമ്മൾ കറിയിൽ ചേർത്തിട്ടുണ്ട്, അതുകൊണ്ടാണ് കുറച്ച് ചേർത്തത്. ഇതൊന്ന് വറുത്തെടുക്കാം. ഇത് നല്ലപോലെ വറവായി ഇങ്ങോട്ട് കറുത്ത് വരുമൊന്നും വേണ്ട കേട്ടോ. ഇനി ഈ മസാലയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്നവരെ നല്ലപോലെ ഒന്ന് വറുത്ത് കൊടുത്താൽ മതി. ഇതായിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫാക്കി ഇത് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം. ചൂടാറിയതിന് ശേഷം ഇത് അരച്ചെടുക്കണം. ഇത് മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതൊന്ന് പൊടിച്ചെടുത്തിട്ട് വേണം അരച്ചെടുക്കാൻ. വെള്ളമൊഴിച്ച് നമ്മുടെ കടച്ചക്ക വെന്തോ നോക്കാം. കടച്ചക്ക ഞാൻ ഇടയ്ക്കൊക്കെ തുറന്നൊന്ന് ഇളക്കി കൊടുത്തിരുന്നു കേട്ടോ. ചട്ടിയിലാകുമ്പോൾ നമ്മൾ ഇടയ്ക്കൊക്കെ തുറന്ന് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അടിയിൽ പിടിച്ചു പോകും. ഇതൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ച് അതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നല്ലപോലെ ഇളക്കി ഒന്ന് യോജിപ്പിച്ച് കൊടുക്കട്ടെ. ഇതിൽ ഉപ്പ് കുറവുണ്ടോ നോക്കിയിട്ട് ഇനി കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഇതിൽ ഉപ്പ് കുറവുള്ളതുകൊണ്ട് ഞാൻ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്.
ഇത് നല്ലപോലെ തിളച്ച് വരട്ടെ കേട്ടോ. ആ മസാലയൊക്കെ അതിൽ പിടിച്ച് വരട്ടെ. ആ കടച്ചക്കയിലൊക്കെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുകയൊന്നും വേണ്ട. അത് കിടന്ന് തിളച്ചോളൂ. ഇത് വറുത്ത തേങ്ങയല്ലേ. ഇത് നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് തീ ഓഫാക്കി ഇതിലേക്കൊരു വറവ് തയ്യാറാക്കണം. അതിനായിട്ടൊരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണയാണ് ഈ കറിക്ക് ടേസ്റ്റ്. ഒരു 1/2 ടീസ്പൂൺ കടുക്. അത് പൊട്ടി വരുമ്പോൾ കുറച്ച് ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം. അതൊന്ന് മൂത്ത് വരട്ടെ. അത് മൂത്ത് വരുമ്പോൾ അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. മൂത്ത് വന്നിട്ടുണ്ട്. ഇതാ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ലൊരു ടേസ്റ്റി കറിയാട്ടോ ഇത്. എല്ലാവരും തയ്യാറാക്കി നോക്കണം കേട്ടോ. ചോറിൻ്റെ കൂടെ അപ്പത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കറിയാണ്. വീഡിയോക്ക് ലൈക്കും സബ്സ്ക്രൈബൊക്കെ ചെയ്യാൻ മറക്കല്ലേ.